അപ്പോൾ ഞാനിന്ന് ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഒരു ഹേട്ടെങ്കിലും കമൻ്റ് ആയിട്ട് ചെയ്യണേ. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ആക്കി, ചായക്കില്ലേ ഉമ്മാൻ്റെ അടുത്ത് വന്നാൽ മാത്രം കിട്ടുന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, നമ്മുടെ മുട്ടാപ്പം. നമ്മുടെ കണ്ണൂരൊരു സ്പെഷ്യലല്ലേ അത്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, പക്ഷേ എന്തായാലും ഉമ്മാൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചാൽ ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനില്ലേ നമ്മൾ ഈ മുട്ടാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചായക്കും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം കൂടി ഇത് തന്നെ മതി. അപ്പോൾ പെട്ടെന്ന് പണിയും എന്താ പറയുക എളുപ്പമാണ് അന്നത്തെ ദിവസം. ഇതൊരു 2-3 തിന്നുമ്പം തന്നെ വയറ് നല്ല ഫില്ലാവും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ആവശ്യമില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് വേറെ എന്തെങ്കിലും സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. കാരണം വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ സെറ്റായി കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ലഞ്ചിൻ്റെ കാര്യം ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഐസ്ക്രീം വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ 3-4 മാങ്ങ എടുത്തിട്ട് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് കൂടുതൽ അങ്ങനെ പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒന്നും ചേർക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കേണ്ടി വരും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക, നല്ല മധുരമുള്ള. അപ്പോൾ ഞാനിവിടെ ഒരു 4 മാങ്ങ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ, ഒരു 1.5 മാങ്ങയൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി 2 മാങ്ങയോളം നമുക്ക് എന്താ പറയുക വലിയ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ മാങ്ങയൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മാങ്ങ അങ്ങനെ ആയിരിക്കും കേട്ടോ, ഒന്നും പകുതി അങ്ങനെ നോക്കിയിട്ട് കുറച്ച് മാത്രമേ ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളൂ. ബാക്കി വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ഇത് പെട്ടെന്ന് നല്ല തിക്കായിട്ട് വരുന്നൊരു ക്രീമാണ്. നിങ്ങൾക്ക് ഫിയോണൻ്റെ അങ്ങനെ വേറെ എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതെടുത്താലും മതി. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലോട്ട് ഈ ഒരു മാങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലോട്ട് ഞാൻ 1 കപ്പ് നിറച്ച് തന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് മധുരം കുറച്ച് ചേർത്താൽ മതിയല്ലോ. പിന്നെ ഇതിലോട്ട് ഞാനൊരു 3/4 കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്യാം. അപ്പോൾ അത് ഉണ്ടാക്കിയ പാടേണ്ടാണ് കുറച്ച് ലൂസായിട്ടുള്ളത്. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തിക്കായിട്ട് അടിപൊളി മിൽക്ക് മെയ്ഡായിട്ട് തന്നെ കിട്ടും. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ബാറ്റർ. ഇനി നമുക്ക് ഏതിലാണോ സെർവ് ചെയ്യേണ്ടത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതേ അപ്പോൾ നല്ല തിക്കായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. പക്ഷേ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ അല്ല അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം. ഇത് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഈ ഒരു ബാറ്ററിലോട്ട് നമുക്ക് എന്താ പറയുക, ഈ ഒരു ക്രീമിലോട്ട് നമുക്ക് കുറച്ച് മാങ്ങ നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയറായിട്ട് ചെയ്യാട്ടോ. കുറച്ച് ഈ ഒരു ക്രീം വെച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് മാംഗോ ഇട്ട് കൊടുക്കുക, പിന്നെ ക്രീം വെച്ച് കൊടുക്കുക. അതിനൊന്നും ആവശ്യമില്ല. നമുക്കിത് മാംഗോ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു മാങ്ങ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് മേലെ വേണമെങ്കിൽ വെറുതെ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ആ ഒരു ചെറിയ ചെറിയ പീസ് മാങ്ങ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുപ്പിച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ കിഡിലനാണ്. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നേരെ ഫ്രീസറിലോട്ടാണ് കേട്ടോ വെക്കേണ്ട, ഫ്രിഡ്ജിലല്ല. ഫ്രീസറിൽ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനിത് രാവിലെ വെച്ചിട്ട് രാത്രിയാണ് എടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ, അത്ര ടേസ്റ്റാണ്. പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ കിഡിലനാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫിന് ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 3 വലിയ സവാളയാണ് കേട്ടോ. നിങ്ങൾ മീഡിയം സൈസാണെങ്കിൽ 3 എടുത്തോ. ഞാനിപ്പോൾ 2 അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ എടുക്കുക. എന്നിട്ട് ഒരു ബൾബില്ല, അതിൻ്റെ കുറച്ച് കുറവ് അങ്ങനെ വെളുത്തുള്ളി എടുത്തിട്ടുള്ള ഒരു വലിയ പീസ് നിങ്ങൾ കണ്ടല്ലോ, ഇഞ്ചി അങ്ങനെ എടുക്കുക.
പിന്നെ ഒരു 3 പച്ചമുളക് അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിൽ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അതുപോലെ ബേ ലീഫ് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചതച്ചിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പച്ചമണം മാറി വരുമ്പം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു 2 വലിയ സവാളയാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കയ്യിൽ മീഡിയം സൈസാണെന്നുള്ളതെങ്കിൽ ഒരു 2.5-3 ഒരു 2.5 എങ്കിലും എടുത്തോ, കാരണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് കൂടുതൽ വേണ്ട കേട്ടോ സവാള, ഒരു മധുരം ടേസ്റ്റ് വരും. അല്ലെങ്കിൽ നിങ്ങൾ 2 സവാളയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ സവാള തന്നെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറില്ലേ അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടികളൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലോട്ട് നമ്മൾ വേവിക്കാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ബീഫിൽ തന്നെ എന്തായാലും വെള്ളം ഇറങ്ങി വരുമല്ലോ. പിന്നെ ആ ഒരു സവോളൻ്റെയും തക്കാളിൻ്റെ ഒക്കെ എന്തായാലും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെങ്കിലും ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അങ്ങനെ പ്രത്യേകിച്ചിട്ട് വിസിലിന് കണക്കൊന്നുമില്ല. നിങ്ങൾ ബീഫ് എപ്പോഴാണോ വേവുന്നത് അതുവരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. ആ ടൈമിൽ ഉമ്മ ഇവിടെ നല്ല അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി സെറ്റായിട്ടുണ്ട്. ഇനി ബീഫ് കറി ആവേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ആ ബീഫൊക്കെ വെന്ത് വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്കിത് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർക്കേണ്ടത്. തേങ്ങ ചിരകിയതാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിലോട്ട് ഒരു 2 വലിയ എന്താ പറയുക, നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കയ്യിലില്ലേ, എന്താ പറയുക, തവിയ, അങ്ങനെ അതിൽ 2 സ്പൂൺ നിറച്ചനെ ഞാൻ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ കൊത്താ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുത്തോ. പക്ഷെ അത് കടിക്കൂല ഇടക്ക്, അതെനിക്കെന്തോ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് 2-3 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒരു ബ്രൗൺ നിറമായിട്ട് വരുമ്പം ഒരു സവാളയും കൂടി ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു തേങ്ങൻ്റെയും അതിൻ്റെയൊക്കെ കൂടെ ഈ ഒരു സവാളയും കൂടി നല്ല ഒരു ബ്രൗൺ കളറാവുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വയന് കിട്ടുമല്ലോ. അപ്പോൾ ഇതേ സവാളയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് തന്നെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടതായി ഒരു കായപ്പൊടി ചേർക്കുന്നത്. പക്ഷേ ഞാൻ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കൂടി പോവേണ്ട, ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ മതിയേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആ പൊടികളൊക്കെ ആ ഒരു പച്ചമണക്ക മാറുന്നവരെ നല്ലപോലെ തന്നെ ഒരു വഴറ്റി ഒരു നല്ല സ്മെല്ല് വരൂലേ, ആ ഒരു തേങ്ങൻ്റെയും പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ. അങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ അതിന് ശേഷം വേണം കേട്ടോ ബീഫ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് വഴറ്റുന്ന സമയത്ത് തീ നല്ല സിമ്മിൽ വെച്ച് കൊടുക്കുക. കരിഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് മാറുമേ. അപ്പം സിമ്മിൽ വെച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാൻ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ സ്റ്റോക്കോട് കൂടിയിട്ട് വേണം നമ്മളിപ്പോൾ വഴറ്റി വെച്ച ആ സവാളയിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആ ഒരു സ്റ്റോക്കോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വറ്റിക്കാൻ നിൽക്കണ്ട, അതുപോലെ കൂടുതൽ വെള്ളവും ആവണ്ട, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ടും എടുക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ കുക്കറിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിക്കണേ, പച്ചവെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പം അപ്പം എനിക്ക് കുറച്ച് ഗ്രേവി വേണം ഉച്ചക്കേക്ക് വേണ്ടിയിട്ടല്ലേ, ഒരു നെയ്ച്ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൈ ആയിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിക്കണ്ട. നമ്മൾ നേരത്തെ ആ ഒരു ബീഫിനെ നല്ലപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് എന്നിട്ട് നല്ല കിടിലൻ ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ പൊറോട്ടേൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിന് തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്.
അപ്പം ഒരു സ്പെഷ്യലി നമ്മൾ എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്നില്ലേ, നമ്മൾ ഈ തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കറിക്ക്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ, ഫ്ലോപ്പ് ആവില്ല കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, അച്ചാറോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേണ്ട കേട്ടോ, ഈ ഒരു കറി മാത്രം മതി. പിന്നെ ഒരു പപ്പടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രം മതി കേട്ടോ ഈ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ഒരു ബീഫ് ഉണ്ടെങ്കിൽ. അപ്പം ഇതേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും. അപ്പം എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്ക്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചൊരു വൈകിട്ടൊക്കെ ആയ സമയത്താണ് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത് കേട്ടോ. ഒരുപാട് ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട് ഉമ്മാൻ്റെ മരത്തിൽ. കാരണം ഇതിപ്പോൾ അങ്ങനെ പറിക്കലൊന്നുമില്ല, എന്താ പറയുക, വീട്ടിലങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവലില്ല കേട്ടോ, എൻ്റെ വീട്ടിലൊക്കെ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതേ ഒരുപാട് ചാമ്പക്ക ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചിട്ട് ഉപ്പിലിടാനോ അച്ചാറിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. ചില ചാമ്പക്ക തീരെ ഒരു വെള്ളം പോലെയല്ലേ ഉണ്ടാവുക, ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേ കുറച്ച് പച്ചമുളക് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കില്ല, നല്ല രസമില്ല ഇങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായത് ചെയ്യുമ്പോൾ. ഇതൊക്കെ ആദ്യമൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കലില്ല കേട്ടോ. ഇപ്പം ഞാൻ വീട് വെച്ച് മാറിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നത്. നമ്മൾ ഓരോ ചെടി നടുമ്പോഴും ഇതുപോലെയുള്ള വെജിറ്റബിൾസൊക്കെ പറിക്കുമ്പോൾ നല്ല രസമല്ലേ, നമ്മൾ നട്ട് വളർത്തിയിട്ട് കിട്ടുമ്പോൾ. നമ്മൾ എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കാനും കുറച്ചെങ്കിലും ഇങ്ങനെ നമ്മൾ നട്ടിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അത് പറിച്ചിട്ട് കഴിക്കുമ്പോഴൊക്കെ ഒരു എന്തോ ഒരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ, അപ്പോൾ പിന്നെ നമുക്കിനി വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കാം. എന്ത് തന്നെ ഒഴിവാക്കിയാലും ഈ ചായ എന്നുള്ളൊരു സംഭവം അതൊരിക്കലും എന്താ പറയുക, എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റൂല കേട്ടോ. കുറേ എന്ത് ഡയറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും എപ്പോഴായാലും ഇതൊക്കെ മാറ്റണമെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും ഇതുവരെ എനിക്ക് ചായ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളും എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാരണം ചായയിൽ മധുരം ഇല്ലാണ്ട് കുടിച്ചെന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ കുഴപ്പമുണ്ടെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. മധുരം ഇല്ലാണ്ടല്ല, ലൈറ്റ് മധുരം ഞാൻ അത്രയേ ഉണ്ടായുള്ളൂ. അപ്പം എന്തായാലും ചായ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പം അതിലോട്ട് അപ്പം ഇന്ന് പബ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്, ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ പിന്നെന്താ, പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല ഐസ്ക്രീം, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത് മസ്റ്റ് ട്രൈ ആണ് എന്തായാലും. നിങ്ങൾ ഇപ്പം നല്ല മാങ്ങൻ്റെയൊക്കെ സീസണല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അതുപോലെ ഞാൻ ഈ ഒരു മാംഗോൻ്റെ ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേയുള്ള വീഡിയോയിലൊക്കെ. കുറച്ച് മുന്നേ 2-3 വീഡിയോ മുന്നേ മാംഗോൻ്റെ ഫലൂദ അതുപോലെ മാംഗോ ക്രീം ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കിക്കോ, നല്ല നല്ല റെസിപ്പീസാണ്. ഇപ്പോൾ പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ടൈമല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തായാലും ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ആയിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.